എൻ്റെ ദൈവമേ, എൻ്റെ മോളിപ്പോൾ സ്കൂളിട്ട് വരും. വിശക്കണമെന്നും പറഞ്ഞിട്ടായിരിക്കും ഓടി വരണേ. ഇന്ന് ഞാനിനി എന്ത് ചെയ്യും? ഇത്രയും ദിവസം ഞാൻ പിടിച്ചു നിന്നു. ഒരാൾക്കും മനസ്സിലാവില്ല നമ്മുടെ അവസ്ഥ. എല്ലാവരും നോക്കുമ്പോൾ അടിച്ചു പൊളിച്ച് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് നടക്കണം. ആരോട് പറയാനാ? അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സങ്കടങ്ങളൊന്നും ആർക്കും കേൾക്കണ്ടല്ലോ. എല്ലാവർക്കും സന്തോഷിക്കുന്നവർ മാത്രം മതി. സങ്കടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ പോലും നല്ല കൂട്ടുകാർ പോലും ഉണ്ടാവില്ല. വല്ലാത്ത കാലം. വന്നാ എനിക്ക് വിശക്കണു. എന്തൊക്കെ ചായക്കാം എന്ന് അമ്മ എന്തൊക്കെ ഒറ്റയ്ക്ക് വർത്താനം പറയേ. എനിക്ക് വിശക്കണു. എന്ത് ചായക്ക്? ചായക്കൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും, മനോജേട്ടൻ്റെ കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടായോ? ബിസ്ക്കറ്റ് എങ്ങനെ വാങ്ങിക്കേ? വേഗം ചെല്ല്. വേഗം വരണേ, സൂക്ഷിച്ച് പോയിട്ട് വരണേ. അപ്പോഴേക്കും അമ്മ ചായ തിളപ്പിച്ച് വയ്ക്കാം. ശരി ശരി അമ്മേ, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ബിസ്ക്കറ്റ് മാത്രം മതിയാ? ആ മതി. ശരി അമ്മ, ബിസ്ക്കറ്റ് കിട്ടിയാ? അതെ, മനോജേട്ടൻ പറഞ്ഞു അവിടെ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുക്കണമെന്ന്. കുറെ ദിവസമായിട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കൊടുക്കണമ്മേ. അമ്മയ്ക്ക് എന്തൊരു വിഷമം മുഖത്ത്. ചായ കുടിക്കാൻ. മോളെ, അവിടെ ആരോ വന്നേക്കണു നോക്കി. ആരോ വിളിക്കണ്ടല്ലോ. പോയി നോക്കി ആരോ വന്നേന്നു. അവർ ചായ കുടിക്കാം. ശരി അമ്മ, നോക്കിയിട്ട് വരാം. അമ്മേ, ആ പാടത്തെ വീട്ടിൽ ചേച്ചി വന്നേക്കണു. ഇവിടെ ഇടയ്ക്ക് വരാറില്ല ഒരു വല്യമ്മ. ആ ചേച്ചി വന്നേക്കണേ. അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ അങ്ങനെ ചെല്ല്. ലോകത്തുള്ള എല്ലാ ഏഷ്യനും കൊണ്ടായിരിക്കുള്ളൂ വന്നേക്കണേ. ഇന്നെങ്ങും പോകലുണ്ടാവില്ല. എന്തൊക്കെ പരാതികളായിരിക്കുള്ളൂ കൊണ്ടുവന്നേക്കണത്. നോക്കട്ടെ. മോളെ, മോളെ, ഇവിടെ ആരും ഇല്ലേ? ആ ചേച്ചിയാ. എന്ത് ഈ വഴിക്കൊക്കെ? കുറേ ദിവസമായില്ല കണ്ടിട്ട്. വാ, കയറി ഇരിക്കേച്ചി. ഞാൻ ചായ എടുക്കട്ടെ? ഇരിക്കി. എവിടെ ഇരുന്ന്? കുറേ നേരമായി ചേച്ചി വന്നിട്ട്. ഇവിടെ ഒക്കെ നോക്കിയിട്ട് മോളെ കണ്ടില്ല. ആ ചേച്ചി, ഞാൻ അടുക്കളയിലുണ്ടായിരുന്നു. എന്തൊക്കെ വിശേഷങ്ങള്? സുഖാണോ? മോളെന്തിയേ? മോളിപ്പോ സ്കൂളിട്ട് വന്നുള്ളൂ. ഒന്നും പറയാതിരിക്കുക മോളെ ഭേദം. വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ടേ. അവനാണെങ്കിൽ നോക്കൂല, പണിക്കും പോകൂല, ഒന്നും ചെയ്യൂല. ആ പെണ്ണിൻ്റെ ഒരു കഷ്ടപ്പാടേ. ചായക്ക് പോലും ഒന്നും ഉണ്ടാവാറില്ല മോളെ. വല്ലപ്പോഴും ഇവിടെ വരുമ്പോൾ മോളെന്തെങ്കിലും തരുമ്പോൾ അതും കൊണ്ട് ചെല്ലുമ്പോൾ ഒരു സന്തോഷാ. പിന്നെ ചേച്ചിക്ക് മരുന്നൊക്കെ വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ല കയ്യിൽ. എല്ലായിടത്തും ബുദ്ധിമുട്ടാണ് ചേച്ചി. പറഞ്ഞിട്ട് എന്താ കാര്യം? ആരും ആർക്കും വിഷമങ്ങൾ പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞിട്ട് ഇപ്പം എന്തിട്ടിനാ? സങ്കടപ്പെടുന്നവരൊന്നും ആർക്കും ഇപ്പം സങ്കടങ്ങളൊന്നും കേൾക്കാൻ ആർക്കും നേരില്ല ചേച്ചി. എല്ലാവർക്കും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നത്. അവർ അങ്ങനെയുള്ള ആൾക്കാരോട് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ. പിന്നെ നമ്മളൊന്നും സങ്കടങ്ങളൊന്നും പറയാൻ എവിടെയും പോവാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ സങ്കടമൊന്നും ആരും അറിയാത്തതും. മോള് യൂട്യൂബിലൊക്കെ ഭയങ്കര വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ പറഞ്ഞല്ല, നേരാണോ? ചേച്ചിയുടെ അടുത്ത് ആരാ പറഞ്ഞേ യൂട്യൂബിലൊക്കെ വരുമാനമായിന്ന്? ആൾക്കാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത? നമ്മളായിട്ട് ആരും തിരുത്താൻ നിൽക്കുന്നില്ല. ചേച്ചി ഇരിക്കി. എന്തായാലും
എന്തൊക്കെ പത്രാസ. അത് നമ്മൊരു സഹായം ചോദിച്ചാൽ ഞാൻ അപ്പം പറയും പൈസ ഇല്ലാന്ന്. അവള് നടപ്പ് കണ്ട വല്ലവരും പറയോ പൈസ ഇല്ലാന്നുള്ളത്. മോളെ, അപ്പുറത്തെ വീട്ടിൽ പോയിട്ടേ ഒരു 100 രൂപ വാങ്ങിച്ചുണ്ടായി. ഓടിച്ചേരും. ആ പൊന്നു, ബിസ്ക്കറ്റിന് എടുത്തിട്ട് വന്നേ. നമ്മൾ ഇരിക്കിട്ട് അമ്മ ഇപ്പം ചായ തരാട്ടാ. ആ അമ്മമ്മനെ പറഞ്ഞേക്കിട്ടാ. അമ്മ ഇരിക്കിട്ടാ തരാം. ചേച്ചി, ഇത് ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടാ. പൈസ 100 രൂപ ഉള്ളു ചേച്ചി. അതുകൊണ്ട് മരുന്ന് വാങ്ങിക്കേ. ഒന്നുമില്ല കയ്യിൽ, അതുകൊണ്ടാണ് കേട്ടാ. മോള് ദൈവം കാക്കട്ടെ. പിള്ളേർക്ക് ചായക്ക് കൊടുക്കാനായി മോളെ. കുറേ ദിവസമായി അവർക്കൊന്നുമില്ല, പട്ടിണിയാണ് ശരിക്കും. അപ്പം ചേച്ചിക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഒക്കെ തന്ന്. മോൾക്ക് നല്ലത് വരട്ടെ കേട്ടാ. ആൾക്കാർ പറഞ്ഞൊന്നും മോള് നോക്കണ്ട കേട്ടാ. മോൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. ചേച്ചി എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വായോ. കുട്ടികൾക്ക് എന്തെങ്കിലും ചായക്ക് ബിസ്ക്കറ്റ് കൊടുക്ക്. അത് ചേച്ചി പോട്ടെ. ശരി ചേച്ചി. പൈസ മരുന്ന് വാങ്ങിക്കാനായിട്ട് 100 രൂപ കിട്ടി. എന്ത് മരുന്ന് വാങ്ങിക്കാനാ? ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് കിട്ടിയ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പഴമൊക്കെ ഉണ്ടായതാണ്. ഇത്തവണ അതൊന്നുമില്ല. ആ കിട്ടിയതായി, എന്തെങ്കിലും ആവട്ടെ. അയ്യോ, കൊട എടുക്കാൻ മറന്നുപോയല്ലോ. ഞാൻ അതും കൊണ്ട് പോകാം. അമ്മ എന്ത് പണിയാ കാണിച്ചേ? എനിക്കിതിനെന്തേക്ക് വിശന്നിട്ട് പാടില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ പോയി മനോജറിൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് വാങ്ങിച്ചേ. ആ ബിസ്ക്കറ്റ് അതിന് അവർക്ക് കൊടുത്തയച്ചേ. ഞാനിനി എന്ത് കഴിക്കമ്മേ? എനിക്ക് വിശന്നിട്ട് പാടില്ല അമ്മ. അമ്മയുടെ മോള് പിണങ്ങല്ലേ. അമ്മയുടെ മോൾക്ക് വിശക്കനുണ്ടല്ലേ. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് ഒരാൾ കഷ്ടപ്പാട് പറയുമ്പോൾ എങ്ങനെ തിരിച്ചയക്കുക? അവിടെ ഉണ്ട് പിള്ളേർ. ആ പിള്ളേർക്ക് വിശക്കണമെന്ന് പറയുമ്പോൾ നമ്മളോട് ആദ്യം വരുമ്പോൾ അമ്മച്ചി എപ്പോഴും എന്തിനൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണതല്ലേ. ഇപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി, സാമ്പത്തികമായിട്ടൊക്കെയാണ്, നമ്മുടെ കയ്യിലില്ല. പക്ഷെ അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? അവർ വരുമ്പോൾ നമുക്ക് കൊടുത്തേറുന്നതല്ലേ. അപ്പം ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് അവർ വിചാരിക്കും നമ്മളടുത്ത് ഉണ്ടായിട്ട് കൊടുക്കാഞ്ഞിട്ടാണെന്ന്. കൊടുത്തില്ലെങ്കിൽ പിന്നെ അറിയാലോ ആ ചേച്ചിയുടെ സ്വഭാവം. ആ ചേച്ചി ഇവിടെ നിന്ന് തുടങ്ങി അവിടെ വീടെത്തുന്നത് വരെ എല്ലാവരോടും നമ്മുടെ കുറ്റം പറയും. നമ്മൾ ഉണ്ടായിട്ട് കൊടുത്തില്ല എന്ന് പറയും. ഇപ്പം തന്നെ ആൾക്കാർ പറഞ്ഞ കാര്യം കേട്ടില്ലേ, യൂട്യൂബിൽ നിന്ന് നമുക്ക് കുറേ വരുമാനം കിട്ടണ്ടല്ലോ എന്ന്. ഓരോരുത്തരും ഓരോ വേഷങ്ങൾ ഇങ്ങനെ കുത്തി വയ്ക്കാണ് മനുഷ്യർക്കുടെ മനസ്സിലേക്ക്. അത് വന്നത് തന്നെ അത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത് വന്നത് തന്നെ. അമ്മയുടെ മോനൊന്നും തോന്നണ്ട കേട്ടാ. നമ്മുടെ മുറ്റത്ത് വന്ന് വെറും കൈയോട് കൂടി പറഞ്ഞയക്കാൻ അമ്മയ്ക്ക് തോന്നില്ല. അതാണ് അപ്പുറത്തുനിന്ന് വാങ്ങിച്ചതായാലും അമ്മ അത് കൊടുത്തത്. അത് മോനായാലും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും മക്കൾ കൊടുക്കണം കേട്ടാ. ഇപ്പം നമ്മൾ ആ ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തത് ആ പിള്ളേരത് കഴിച്ച് ചായ കുടിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. സ്കൂൾ വിട്ടുന്ന മക്കളല്ലേ, കുഞ്ഞു മക്കളല്ലേ. സാരില്ല അമ്മ, ഇപ്പേക്ക് വിശക്കണമൊന്നുമില്ല. സാരില്ല അമ്മ, വിഷമിക്കണ്ട. നമ്മുടെ ഈ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ തീരും. ദൈവൊരു വഴി കാട്ടി തരാം അമ്മയ്ക്ക്. അമ്മയുടെ മോനെ അമ്മ കഞ്ഞി തരാം. വൈകുന്നേരത്തേക്കുള്ള കഞ്ഞി കുറച്ചിരിക്കുന്നുണ്ട്, അത് കുടിക്കുക. വിശപ്പൊന്ന് മാറട്ടെ. വായോ. സാരില്ല, എനിക്ക് കഞ്ഞി മതി അമ്മ. അപ്പം പിന്നെ രാത്രി കഴിക്കണ്ടല്ലോ. ഇപ്പം കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ രാത്രി കഴിക്കാണ്ട് കിടന്ന് ഉറങ്ങാം. അമ്മ കഞ്ഞി എടുക്കാം.